The word bank seems to have been derived from Italian word banco. ബാങ്കോ എന്ന ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ബാങ്ക് എന്ന വാക്ക് ഉണ്ടായതെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. ഈ ഇറ്റാലിയൻ വേർഡ് ബാങ്കോ അർത്ഥം അക്യുമുലേഷൻ ഓഫ് മണി അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക് എന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം വിശ്വസിക്കുന്നത് ലാറ്റിൻ വേർഡായ ബാങ്കസിൽ നിന്നാണ് ബാങ്ക് എന്ന വാക്ക് ഉണ്ടായതെന്നാണ്. ബാങ്കസ്, BANCUS. ജർമ്മൻ വേർഡായ ബാങ്ക്, BANC, ഈ ഒരു വേർഡിൽ നിന്നാണ് ബാങ്ക് ഉണ്ടായതെന്ന് കുറച്ചാൾക്കാർ പറയുന്നു. ഫ്രഞ്ച് വേർഡായ ബാങ്ക്യൂയിൽ നിന്നാണ് ബാങ്ക് ഉണ്ടായതെന്ന് മറ്റൊരു വിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നു. ഫ്രഞ്ച് വേർഡ് ബാങ്ക്യൂ, BANQUE, ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ബെഞ്ച് എന്നാണ്. അപ്പോൾ ഇറ്റാലിയൻ വേർഡ് ബാങ്കോ, ലാറ്റിൻ വേർഡ് ബാങ്കസ്, ജർമ്മൻ വേർഡ് ബാങ്ക്, ഫ്രഞ്ച് വേർഡ് ബാങ്ക്യൂ, എല്ലാത്തിൻ്റെയും അർത്ഥം അക്യുമുലേഷൻ ഓഫ് മണി എന്നാണ്. അടുത്തത് ആൻസസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്ക്സ്. ഇപ്പോഴുള്ള ബാങ്കിൻ്റെ പൂർവികർ ആരൊക്കെയാണെന്ന് നോക്കാം. മെർച്ചൻറ്റ് ബാങ്ക്സ്, മണി ലെൻഡേഴ്സ്, ഗോൾഡ് സ്മിത്ത്. മെർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ ട്രേഡേഴ്സ് ആയിരുന്നു. പിന്നീട് അവർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തേത് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് ലെൻഡ് മണി അറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വളരെ വലിയ പലിശയ്ക്കാണ് ഇവർ മണി ലെൻഡ് ചെയ്തിരുന്നത്. മൂന്നാമത്തെ വിഭാഗം ഗോൾഡ് സ്മിത്ത്. ഗോൾഡ് സ്മിത്ത് വാല്യുബിൾസ് സേഫ് കസ്റ്റഡിയിൽ വെക്കുകയും മണി ലെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ആൻസസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്ക്സ്, മെർച്ചൻ്റ് ബാങ്ക്സ്, മണി ലെൻഡേഴ്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത്. അടുത്തത് ബാങ്കിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് വെനീസ്. 1157 ബാങ്ക് ഓഫ് വെനീസ് ഫോം ചെയ്തത്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ബാങ്ക്. എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഓൾഡസ്റ്റ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബാങ്ക മോണ്ടെ ഡി പാഷി ഡി സിയാന അല്ലെങ്കിൽ ബാങ്ക് ഓഫ് സിയാന ആണ്. ഇത് 1472 ഫോം ചെയ്തതാണ്. ഇതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഓൾഡസ്റ്റ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വന്നത് 1770. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. മോഡേൺ സെൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ ബാങ്കാണ് ബംഗാൾ പ്രസിഡൻസി ബാങ്ക്. 1806 ബംഗാൾ പ്രസിഡൻസി ബാങ്ക് ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേരിൽ ഫോം ചെയ്തത്. പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ് ആൻഡ് ബാങ്ക് ഓഫ് ബോംബെ. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 ബാങ്കുകളെയും കൂടിയാണ് പ്രസിഡൻസി ബാങ്ക്സ് എന്ന് പറയുന്നത്. ഈ പ്രസിഡൻസി ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്താണ് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയത്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തിട്ടാണ് 1955 ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യയിൽ ആദ്യം ഫോം ചെയ്ത ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. എന്നാൽ മോഡേൺ സെൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ ബാങ്ക് ബംഗാൾ പ്രസിഡൻസി ബാങ്കാണ്. മോഡേൺ ബാങ്കിങ്ങിൻ്റെ പിതാവാണ് ഹക് മക്ലോച്ച്. ഹക് മക്ലോച്ച് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ ബാങ്കിങ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ് HSBC. ATM ആദ്യമായി കൊണ്ടുവന്നത് HSBC ആണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആദ്യം ആവിഷ്കരിച്ചത് ICICI ബാങ്ക്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആദ്യം കൊണ്ടുവന്ന ബാങ്ക് ICICI. മ്യൂച്വൽ ഫണ്ട് സ്കീം ആദ്യം കൊണ്ടുവന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ UTI ആണ്. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ബാങ്ക് ടു ഗെറ്റ് ISO സർട്ടിഫിക്കറ്റ്. ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യത്തെ ബാങ്ക് കാനറ ബാങ്ക്. സേവിങ്സ് ബാങ്ക് ഫെസിലിറ്റി കൊണ്ടുവന്നത് പ്രസിഡൻസി ബാങ്ക് ആണ്. സേവിംഗ് ബാങ്ക് ഫെസിലിറ്റി ആരംഭിച്ചത് പ്രസിഡൻസി ബാങ്കുകളാണ്. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ബ്രാഞ്ച് തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ. ലണ്ടനിലാണ് ബ്രാഞ്ച് തുടങ്ങിയത്. ഓൺലൈൻ ബാങ്കിങ് ആദ്യം ആരംഭിച്ചത് HDFC ആണ്. ഓൺലൈൻ ബാങ്കിങ് ആദ്യം ആരംഭിച്ച ബാങ്ക് HDFC. ചെക്ക് ഫെസിലിറ്റി ആദ്യം കൊണ്ടുവന്നത് ബംഗാൾ ബാങ്കാണ്. ചെക്ക് ഫെസിലിറ്റി ആദ്യം കൊണ്ടുവന്നത് ബംഗാൾ ബാങ്ക്. ടോക്കിംഗ് ATM ആദ്യം തുടങ്ങിയത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ.
ടോക്കിംഗ് ATM കൊണ്ടുവന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ബ്രിട്ടൻ്റെ ഗ്രീൻ ബോണ്ട് അവാർഡും അതുപോലെ RBIയുടെ ഗ്രീൻഫീൽഡ് ബാങ്ക് ലൈസൻസ് അവാർഡും കിട്ടിയ ഇന്ത്യൻ ബാങ്കാണ് യെസ് ബാങ്ക്. ബ്രിട്ടൻ്റെ ഗ്രീൻ ബോണ്ട് അവാർഡും RBIയുടെ ഗ്രീൻഫീൽഡ് ബാങ്ക് ലൈസൻസ് അവാർഡും നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് യെസ് ബാങ്ക്. സിലബസിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബാങ്കിങ് സിസ്റ്റം. അതിലാദ്യത്തേത് യൂണിറ്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓപ്പറേറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് ഏരിയ വിത്ത് സിംഗിൾ യൂണിറ്റ്. അതായത് ബാങ്ക് വർക്ക് വിത്ത് എ സിംഗിൾ ഓഫീസർ. യൂണിറ്റ് ബാങ്കിങ് ഡെവലപ്പ് ചെയ്തത് USA യൂണിറ്റ് ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ കോൾഡ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് USA ഒറിജിനേറ്റ് ചെയ്തത്. ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ് ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തേത് ബ്രാഞ്ച് ബാങ്കിങ്. എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ബാങ്കിങ് ഓർഗനൈസേഷൻ വർക്ക്സ് അറ്റ് മോർ ദാൻ വൺ പ്ലേസ്. ഒന്നിൽ കൂടുതൽ പ്ലേസിൽ ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ടാവും, ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ് ആണ്. ബ്രാഞ്ച് ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിങ് മോസ്റ്റ് എഫിഷ്യൻറ്റ് മീൻസ് ഓഫ് റീറ്റെയിൽ ബാങ്കിങ്. റീറ്റെയിൽ ബാങ്കിങ് നമുക്കറിയാം, കൺസ്യൂമർക്ക് നേരിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് റീറ്റെയിൽ ബാങ്കിങ്. റീറ്റെയിൽ ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് കൺസ്യൂമർ ബാങ്കിങ്. മൂന്നാമത്തേത് ഗ്രൂപ്പ് ബാങ്കിങ്. ഗ്രൂപ്പ് ബാങ്കിങ്ങിൽ ഇൻ ദിസ് സിസ്റ്റം 2 or more banks are brought under the control of a holding company or a common group. ഒരു കോമൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലായിരിക്കും 2 or 3 ബാങ്കുകളുടെ കൺട്രോള്. 2 or 3 ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് ഗ്രൂപ്പ് ബാങ്കിങ്. അടുത്തത് ചെയിൻ ബാങ്കിങ് ആണ്. വെൻ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് കൺട്രോൾ 3 or more ബാങ്ക്സ്. അതായത് 3 or 4 ബാങ്കുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്യുന്നതാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. 2 or more banks brought under the control of any device other than holding company. 2 or 3 ബാങ്കുകൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് എങ്കിൽ അത് ഗ്രൂപ്പ് ബാങ്കിങ് ആണ്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ് കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ അത് ചെയിൻ ബാങ്കിങ് സിസ്റ്റമാണ്. അടുത്തത് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. In this system, unit banks are linked with bigger banks by a system called correspondent banking. യൂണിറ്റ് ബാങ്കുകൾ സിംഗിൾ യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റ് ബാങ്ക്സ് ഒരു ബിഗ്ഗർ ബാങ്ക്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനെയാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ദ ബിഗ്ഗർ ബാങ്ക്സ് വിച്ച് ഡെപ്പോസിറ്റ്സ് ആർ മെയ്ഡ് കോൾഡ് കറസ്പോണ്ടൻറ്റ് ബാങ്ക്സ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് സിസ്റ്റം മീൻസ് in this system unit banks are linked with bigger banks by a system called correspondent banking. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. ഈ ഒരു ബാങ്കിങ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തത് ജർമ്മനിയിലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ദ ബാങ്ക്സ് പ്രൊവൈഡ് ഫിക്സഡ് ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. ഇൻഡസ്ട്രിയൽ ബാങ്കിങ് സിസ്റ്റത്തിൽ ഇൻഡസ്ട്രീസിന് ലോങ് ടേം ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു ബാങ്കിങ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്. അടുത്തത് മിക്സഡ് ബാങ്കിങ് ആണ്. മിക്സഡ് ബാങ്കിങ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് ദ ബാങ്ക്സ് കമ്പൈൻ ബോത്ത് ഡെപ്പോസിറ്റ് ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. അതായത് കോമ്പിനേഷൻ ഓഫ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കസ്റ്റമറാണ്. കൊമേഴ്സ്യൽ ബാങ്ക് ഇതിനൊരു ഉദാഹരണമാണ്. ഡെപ്പോസിറ്റ് ബാങ്കിങ്ങും ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങും കമ്പൈൻ ചെയ്തിട്ടുള്ള ബാങ്കിങ് സിസ്റ്റമാണ് മിക്സഡ് ബാങ്കിങ്. മിക്സഡ് ബാങ്കിങ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് ദ ബാങ്ക് കമ്പൈൻസ് ബോത്ത് ഡെപ്പോസിറ്റ് ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. മിക്സഡ് ബാങ്ക്സ് ആർ മെയിൻലി സീൻ ഇൻ ജർമ്മനി. ജർമ്മനിയിലാണ് ഈ മിക്സഡ് ബാങ്കിങ് സിസ്റ്റം മോസ്റ്റ്ലി കാണുന്നത്. അടുത്തത് നാരോ ബാങ്കിങ്. നാരോ ബാങ്കിങ് സിസ്റ്റത്തിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ വെരി ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ അവരുടെ ബാങ്കിങ് ആക്ടിവിറ്റീസും ലിമിറ്റഡ് ആയിരിക്കും. നാരോ ബാങ്കിങ് റെഫേഴ്സ് ടു ലിമിറ്റഡ് ബാങ്കിങ് ആക്ടിവിറ്റി. ദ ബാങ്ക് ഡു ഓൺലി മൊബിലൈസേഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ് ലെൻഡ് ഓർ ഇൻവെസ്റ്റ് വിത്തിൻ എ പെർട്ടിക്കുലർ റീജിയൻ.
ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെറിയ ബാങ്കിങ് ആക്ടിവിറ്റീസ്, മൊബിലൈസേഷൻ ഓഫ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, ഇങ്ങനെയുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് നാരോ ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ്ങിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞത്. ബാങ്കിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ ബാങ്കിങ് സിസ്റ്റവും, കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.